ശ്രീലങ്ക പാകിസ്ഥാനുമായിട്ട് ചേർന്നിട്ട് നാവികാഭ്യാസത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ട്രിങ്കോമാലിയിൽ. ഇന്ത്യ പറഞ്ഞു ശ്രീലങ്കയോട് ഇത് വേണ്ട, ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല. ശ്രീലങ്ക പാകിസ്ഥാനോട് പറഞ്ഞു ഞങ്ങളുടെ ഇത് ഉപേക്ഷിക്കുകയാണ്. ഇന്ത്യയുടെ കരുത്ത് അവിടെ തെളിഞ്ഞിരിക്കുന്നു. എന്താണ് അതിനെപ്പറ്റി പറയാം? ശരിക്കും അങ്ങനെ തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിലൊരു സംയുക്ത നാവിക അഭ്യാസ പ്രകടനം ഇത് നടത്താനായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ട്രിങ്കോമാലിയിലാണെന്ന്. ട്രിങ്കോമാലി എന്ന് പറഞ്ഞാൽ ഈ ശ്രീലങ്കയുടെ വടക്കുകിഴക്കൻ മേഖലയിലാണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് നിർണായകമായ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന നിർണായകമായ ഒരു മേഖലയാണ്. ഇവിടെ എന്തിനാണ് ഇപ്പോൾ ഒരു നാവിക അഭ്യാസ പ്രകടനം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ശ്രീലങ്കയിൽ ഒരുപാട് ഊർജ്ജ പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു ഊർജ്ജ കേന്ദ്രം അല്ലെങ്കിൽ അതിന് ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു സ്ഥാപനമൊക്കെ തുടങ്ങണം എന്നുള്ള രീതിയിൽ ശ്രീലങ്കയുമായി ഒരു കരാർ ഏർപ്പെട്ടു. ഇത് ട്രിങ്കോമാലിയിലാണ്. ഈ ട്രിങ്കോമാലിയിൽ നടത്തുന്ന കരാറിൽ ത്രികക്ഷി കരാറാണ്. അതായത് ഇന്ത്യയും ശ്രീലങ്കയും ഒപ്പം UAE ഉണ്ട്. അപ്പോൾ 3 രാജ്യങ്ങളോട് ഒരു കരാർ ഒപ്പിട്ട സ്ഥലത്ത് ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നത് ഇന്ത്യക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കൃത്യമായിട്ട് ഡൽഹിയിൽ നിന്ന് കൊളംബോയിലേക്ക് കോള് പോകുന്നു, ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല, നിങ്ങൾ ഇത്തരം ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്ന കാര്യം ഇസ്ലാമാബാദോ അല്ലെങ്കിൽ കൊളംബോയോ പരസ്യമായി അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്തൊരു നിഗൂഢത തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നമുക്കിതിനോട് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്ക് കുറച്ച് ആശങ്കകൾ സൃഷ്ടിക്കാവുന്ന നിർണായകമായ മേഖലയിലാണ് ഇവർ ഇത്തരം അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നത്. അപ്പോൾ കാലങ്ങളായിട്ട് ശ്രീലങ്കയും ചൈനയും തമ്മിൽ നല്ല ബന്ധമാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷിപ്പുകൾ പോകും, ഇടയ്ക്ക് ഇവർ സൈനിക പരിശീലനം നടത്താറുണ്ട്, സൈനിക അഭ്യാസ പ്രകടനമൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ നടത്തുന്ന സൈനിക അഭ്യാസ പ്രകടനം എന്ന് പറയുന്നത് നമ്മൾ ശ്രീലങ്കയുമായി കൂടുതൽ അടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു നടപടിയുമായിട്ട് പോകുന്നത് നമ്മളെ കൊളംബോ അറിയിച്ചില്ല. മാത്രമല്ല ഇസ്ലാമാബാദ് അത് ഒളിച്ചു വെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടിൽ നിങ്ങൾ പിന്മാറണം. ശ്രീലങ്ക വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറി ഈ പദ്ധതി അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ ബിംസ്റ്റോക്ക് ഉച്ചകോടി ഉണ്ടായിരുന്നു. ആ ഉച്ചകോടി കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അവിടെ നിന്ന് നേരെ ഈ പറയുന്ന ശ്രീലങ്കയിലേക്ക് പോയി. അങ്ങനെയാണ് കുമാര ദിസനായക എന്ന് പറയുന്ന അനുരാഗ് കുമാര ദിസനായക എന്ന് പറഞ്ഞ പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് പറഞ്ഞു ശ്രീലങ്ക ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ തകർന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് സഹായം വേണം, തരുന്ന പണത്തിന് പലിശ കുറയ്ക്കണം. ഇതൊക്കെ ഇന്ത്യ സമ്മതിച്ചു. മാത്രമല്ല ഊർജ്ജ മേഖലയിൽ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാനായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടു. ഒപ്പം തന്നെ അവിടെ കുറേ ഇന്ത്യക്കാരായ തമിഴ് വംശജർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹായിക്കാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ അവരുമായിട്ടൊരു നല്ല സഹകരണം. ഒപ്പം ആദ്യമായിട്ട് ശ്രീലങ്കയുമായി ഒരു ഡിഫൻസ് കരാറിൽ നമ്മൾ ഒപ്പുവെച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംയുക്ത അഭ്യാസ പ്രകടനം നടത്തുന്നത് നമുക്കിഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീലങ്ക അതിൽ നിന്ന് പിന്മാറുകയും പാകിസ്ഥാൻ്റെ അടുത്ത് വരണ്ടെന്നും പറഞ്ഞു. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ പാകിസ്ഥാൻ ഇവിടേക്ക് കപ്പലുമായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പാകിസ്ഥാൻ നേവിക്ക് മുഴുവൻ എന്താ പറയുക പരിശീലനം കൊടുക്കുന്നത് അല്ലെ അവരുടെ പിന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പീപ്പിൾ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞാൽ ചൈനയുടെ നേവിയാണ്. അപ്പോൾ ഈ ചൈനയ്ക്ക് ഇതും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കപ്പലുമായിട്ട് ഇവിടെ വരാം. അപ്പം ചൈന പണം മുടക്കുന്ന ഹമ്പത്തോട്ട എന്ന് പറയുന്ന ഒരു ശ്രീലങ്കയുടെ പോർട്ടുണ്ട്. ഈ പോർട്ടിൻ്റെ നിർമ്മാണത്തിൽ ശ്രീലങ്കയെ ഇവർ സഹായിക്കാൻ വന്നതാണ്. കുറേ സഹായിച്ച് കഴിയുമ്പോൾ ശ്രീലങ്കയുടെ ഈ പൈസ ഇല്ല. പിന്നെ ചൈന അത് നിർമ്മിച്ചു കൊടുത്തു. എന്നിട്ടൊരു 90-99 വർഷത്തെ പാട്ടക്കരാറിന് ഇത് ഏറ്റെടുക്കും. എന്നിട്ട് ഇവിടേക്ക് കപ്പൽ വിടും. എന്നിട്ട് പറയും ഞങ്ങൾ പര്യവേഷണത്തിന് വരികയാണ്, ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ വരികയാണ്, സമുദ്രത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഷിപ്പ് കൊണ്ടുവരുമ്പോൾ ഇന്ത്യക്ക് അത് തൃപ്തിയല്ല. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അത് ഉലച്ചിൽ വരുത്തി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ കൊളംബോയിൽ അടുത്ത കപ്പൽ വന്നു. അപ്പോഴും ഇന്ത്യ ശ്രീലങ്ക എടുത്ത് പറയും ഇത് ശരിയാവില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയും. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചൈനയാണ് ഈ കപ്പലുകൾ ഇവിടേക്ക് വരുത്തുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ എവിടെ നിൽക്കുന്നു, ഇന്ത്യയുടെ മുങ്ങിക്കപ്പലുകൾ ഏത് ഭാഗത്തേക്ക് പോകുന്നു, ഇതൊക്കെ തന്നെ നിരീക്ഷിക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാക് സൈന്യാധിപൻ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് നിലവിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമാണെന്നും ഇന്ത്യ ഹിന്ദു രാജ്യമാണ്, നമ്മളുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, സംസ്കാരം, പാരമ്പര്യം എല്ലാം വ്യത്യസ്തമാണ്. ഇതിപ്പം പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പാക് സൈന്യാധിപന് എന്തോ ഒരു ആശങ്ക നിലനിൽക്കുന്നു. അത് പാകിസ്ഥാനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു, അവിടെ എന്തെങ്കിലും ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നു, ബലൂജ് മേഖലയിലെ ജനങ്ങൾ പ്രക്ഷോഭമായിട്ട് വന്നാൽ ബലൂജ് ഒരു രാജ്യമായി മാറും. ഒപ്പം ഇപ്പുറത്ത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരുണ്ട്, ആ സ്ഥലം സ്വതന്ത്രമായിട്ട് ഇന്ത്യയോട് ചേരും. ഇതൊക്കെ തന്നെ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുകൊണ്ടാണ് അസീം മുനീർ എന്ന് പറയുന്ന അവരുടെ സൈന്യാധിപൻ വിദേശത്ത് താമസിക്കുന്ന പാകിസ്ഥാൻ വംശജരായ ആൾക്കാരുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ ഇത് പറയുന്നത്. നമ്മുടെ പാകിസ്ഥാൻ്റെ പാരമ്പര്യം കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. 2-3 തലമുറ കഴിഞ്ഞാൽ പോലും പാകിസ്ഥാൻ എന്തായിരുന്നു എന്നും അതിനുവേണ്ടി മുഹമ്മദ് അലി ജിന്ന ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവികർ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നും നമ്മളവരെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ ഇതും ഈ സൈനികാഭ്യാസം എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയോ പാകിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ഇന്ത്യയെ പോയി ചൊറിയാം, അങ്ങനെ നമുക്ക് കരുതിക്കൂടെ?
അതെ, തീർച്ചയായിട്ടും. അതായത് പാകിസ്ഥാന് ഇന്റേണലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് പാകിസ്ഥാൻ എക്സ്റ്റേണൽ ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതെ. അങ്ങനെ ഇവർക്ക് ഹൈഡ് ചെയ്യാൻ കഴിയുള്ളൂ അത്. കാരണം പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവും. കാരണം അവരുടെ ഒരു ഇന്റേണൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് കോൺഫ്ലിക്റ്റിലേക്കും അവരുടെ ഇൻസർജൻസി മിലിറ്റന്റ് ആക്ടിവിറ്റിയിലേക്കും ഒക്കെയാണ് പോകുന്നത്. തമ്മിലടിയിലേക്ക് മാറുക. അതാണ് ഇപ്പൊ ഇന്ത്യക്കകത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത് പോലെയല്ല പാകിസ്ഥാനകത്തുണ്ടാകുന്നത്. പാകിസ്ഥാനകത്ത് എന്ത് പ്രശ്നവും സായുധമായിട്ടുള്ള ആക്രമണത്തിലേക്ക് മാറുമ്പോഴത്തേക്കും വെളിയിൽ പെട്ടെന്ന് അറിയും. ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പാകിസ്ഥാനിലുണ്ട്, അവർ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന്റെ രീതി എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയോട് ചൊറിയുക, ഇന്ത്യയോട് അടിവാങ്ങിക്കുക എന്നുള്ളതാണ്. എന്തിനേറെ അഫ്ഗാനിസ്ഥാനുമായിട്ട് പോയി നല്ല രീതിയിൽ അടികിട്ടിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനെ പോലും നേരിടാനുള്ള കരുത്ത് പാകിസ്ഥാനില്ല. എന്നിട്ടാണ് അവർ ഇന്ത്യയോട് ഈ ആക്രമണമായിട്ട് വരുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ ഇപ്പൊ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് റിപ്പോർട്ട് ഉണ്ട്. അതായത് ലോക രാജ്യങ്ങളുടെ സൈനിക ശക്തി അടിസ്ഥാനമാക്കി രാജ്യങ്ങളെ തരംതിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഇതിൽ വന്നപ്പോൾ ഇന്ത്യ 4ാം സ്ഥാനത്താണ്, പാകിസ്ഥാൻ 12ാം സ്ഥാനത്താണ്. ആ പാകിസ്ഥാനാണ് ഇപ്പൊ പ്രിയം പറയുന്ന പോലെ നമ്മളെ കയറി ചൊറിയാൻ വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു സൈനിക ശക്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക മുമ്പിൽ, റഷ്യ, പിന്നെ ചൈന, 3 രാജ്യങ്ങൾ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യ കടന്നു കയറി. ഇന്ത്യക്ക് തന്നെ ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്ന ആർമി, കരസേനയുണ്ട്. പിന്നെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന നാവികസേനയുണ്ട്. അതുപോലെ വ്യോമസേനയുണ്ട്. സ്വന്തമായിട്ട് ബ്രഹ്മോസ് മിസൈലുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ ഈ പാകിസ്ഥാൻ ആകേണ്ട 6 മുതൽ 10 ലക്ഷം വരെ ആർമിയേ ഉള്ളൂ. ഇന്ത്യയുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകത്തിലും അവർ നിൽക്കുന്നില്ല. അപ്പം ഓരോ രാജ്യത്തിൻ്റെയും അവരുടെ സൈനിക യൂണിറ്റ്, പ്രതിരോധ സംവിധാനങ്ങൾ, ആയുധങ്ങളുടെ വലിപ്പം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, നിർണായകമായ സ്വാധീനം, ഇങ്ങനെ 60 ഘടകങ്ങൾ കണക്കിലെടുത്തിട്ടാണ് രാജ്യങ്ങളുടെ ഏതാണ്ട് 149 രാജ്യങ്ങൾ എടുത്തിട്ടാണ് ഈ സൈനിക ശക്തിയിൽ അവരുടെ ഇൻഡെക്സ് വരുന്നത്. അങ്ങനെ 4ാം സ്ഥാനത്ത് ഇന്ത്യ വരുമ്പോൾ ഇന്ത്യക്ക് പിന്നിലാണ് നോർത്ത് കൊറിയ, ഫ്രാൻസ്, UK, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ. അതിൻ്റെയും താഴെ 10 രാജ്യങ്ങളുടെയും താഴെ ഇപ്പം ഈ പാകിസ്ഥാൻ പോയി 12ാം സ്ഥാനത്താണ്. ഇങ്ങനെയുള്ള പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ, ചൊറിയാൻ ഈ പറയുന്ന പോലെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സിന്ധ്, അതുപോലെ തന്നെ ഖൈബർ പഷ്തൂൺഖ മേഖല, ഈ മേഖലയിലും വലിയ ആഭ്യന്തര പ്രശ്നമാണ് ഉണ്ടാകുന്നത്. സൈന്യത്തിന് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. പാക് ആർമി അവർ അടിച്ചോടിക്കുകയാണ്. എന്നിട്ടും ഈ ആസിം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപൻ പറഞ്ഞു, അവിടെ ബലൂചിസ്ഥാനിൽ കുറച്ച് പേര് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരെ നമ്മുടെ പാക് പട്ടാളം അങ്ങോട്ട് എന്ന് നേരത്തെ അടിച്ച് തീർത്ത് കളയും. നമ്മളെ വെല്ലുവിളിക്കാൻ അവരായിട്ടില്ല. ഇന്ത്യ പണ്ട് 13 ലക്ഷം പട്ടാളക്കാരുമായിട്ട് നമ്മളെടുത്ത് യുദ്ധത്തിന് വന്നാണ്, എന്നിട്ട് തിരിഞ്ഞോടി. സത്യത്തിൽ ഈ പറയുന്ന കാർഗിൽ യുദ്ധത്തിൽ അവസാനത്തെ ഇതുപോലും നമ്മൾ തോറ്റിട്ടില്ല. ഒരു കാരണവശാലും നമ്മൾ തോറ്റിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് പിന്നിൽ മറ്റ് ചില കാര്യങ്ങളുടെ ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ തഹാവൂർ റാണയുണ്ട്. തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ കയ്യിൽ കിട്ടുകയും NIA ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ഇയാൾ സഹകരിച്ചില്ല. പക്ഷേ ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഡേവിഡ് കോൾമാൻ ഹാഡ്ലി എന്ന് പറയുന്ന വ്യക്തി അമേരിക്കൻ ജയിലിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നു മുംബൈ ആക്രമണത്തിൽ. അപ്പോൾ പാകിസ്ഥാൻ പെട്ടെന്ന് പറയുന്നത് ഇവർക്ക് ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല. ഇതിൽ തഹാവൂർ റാണ എന്ന് പറയുന്ന അവിടുത്തെ മിലിറ്ററിയിൽ ഒരു ക്യാപ്റ്റനായിട്ട് സേവനം അനുഷ്ഠിച്ച ആളാണ്. ഈ ഹെഡ്ലി എന്ന് പറയുന്ന അവിടുത്തെ അൽഖ്വയ്ദയുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഇവരെങ്ങാനും പാകിസ്ഥാൻ്റെ പേര് പറഞ്ഞാൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്നൊരു പേടി അവർക്കുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. അതിൽ ഭയന്നുമാണ് പാകിസ്ഥാൻ ഇരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് എന്താണ് ഇന്ത്യയുടെ നീക്കം എന്നറിയാൻ കൂടിയിട്ടാണ് ഈ നാവിക അഭ്യാസത്തിനായിട്ട് അവർ മുതിർന്നിട്ടുള്ളത് എന്നുള്ളത് നിർണായകമാണ്. കാരണം ഇന്ത്യ അടുത്തൊരു അടി അടിക്കുകയാണെങ്കിൽ പണ്ട് 71 കറാച്ചി 3 ദിവസം നിന്ന് കത്തിയതുപോലെ ഇസ്ലാമാബാദിൽ നിന്ന് കത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബലൂജ് ഒരു പ്രശ്നം ഉണ്ടാക്കി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സിന്ധ് മേഖല ഉറപ്പായിട്ടും സ്വതന്ത്രവൽക്കരിക്കപ്പെടും, പുതിയൊരു രാജ്യമാകും. അതായത് ഇവർ പറയാറുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1971 ഇന്ത്യ ഞങ്ങളുടെ കൈവെട്ടി എന്നാണ് അവർ പറയുന്നത്. ബംഗ്ലാദേശ് സ്വതന്ത്രമായതോടെ അപ്പോൾ ഇന്ത്യയുടെ തല വെട്ടു എന്ന് പറഞ്ഞിട്ട് കാശ്മീരിലെ ഒരു പ്രശ്നമായിട്ട് ആയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്ത്യ തലയിലിരുന്ന ചെറിയ ഉറുമ്പിനെയൊക്കെ തട്ടിക്കളഞ്ഞു. ഇന്ത്യ കരുത്തുറ്റായി ഇനി പറഞ്ഞത് ഞങ്ങളെ തല വെട്ടാൻ വന്നതല്ലേ, നിന്റെ നടു നോക്കി പൊട്ടിക്കും എന്നാണ് പറഞ്ഞത്. ബലൂചിസ്ഥാൻ ഇപ്പോൾ സ്വതന്ത്രമാവും ഉടനെ, അധികം വൈകില്ല, എങ്കിൽ സിന്ധു മോചിപ്പിക്കപ്പെടും. പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പഞ്ചാബ് പാകിസ്ഥാൻ മാത്രം, ഇസ്ലാമാബാദ് ഉൾപ്പെടുന്ന പഞ്ചാബ് പാകിസ്ഥാൻ മാത്രമായിട്ട് ചുരുങ്ങും എന്നുള്ളതുമാണ് ഇതിലെ യാഥാർത്ഥ്യം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ശ്രീലങ്കയുമായി ചേർന്ന് ഒരു സൈനിക അഭ്യാസം നടത്തുന്നു. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്താ, ഇന്ത്യൻ ഷിപ്പുകൾ എവിടെ, മുങ്ങിക്കപ്പൽ എവിടെ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നു. ഒപ്പം ഇതിനകത്ത് ചൈനയുടെ പിന്നിൽ നിന്നുള്ളൊരു കളിയുണ്ട്. കാരണം ചൈനയ്ക്കും ആവശ്യമുണ്ട് ഇന്ത്യ എന്ത് നിലപാടെടുക്കുമെന്ന്. കാരണം റഷ്യയും അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ നടക്കുക. അപ്പോൾ ഇന്ത്യയെ ചൈനയുടെ പക്ഷത്ത് നിർത്തുകയും ചെയ്യണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും നരേന്ദ്രമോദി ഈ ശ്രീലങ്കയിലേക്ക് സന്ദർശനത്തിന് ചെല്ലുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരം ഒരു അഭ്യാസ പ്രകടനം നടത്താൻ അവർ തീരുമാനിച്ചത്. ഇത് പിന്നീട് ഇന്ത്യയുടെ സമ്മർദ്ദപരമായിട്ട് അവർ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിൻ്റെ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നേ ഉള്ളൂ. എന്തായാലും ഇന്ത്യ ഒന്ന് വടിയെടുത്തു കഴിഞ്ഞാൽ ഷിപ്പും ഒക്കെ എടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഓടുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലേ.